ഹായ്, അപ്പോൾ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് നമുക്ക് ചാമ്പയ്ക്ക ഉപയോഗിച്ചുകൊണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ജാം ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ധാരാളം ചാമ്പയ്ക്ക ഉണ്ടാകുന്ന സീസണാണല്ലേ നമുക്കിവിടെ നാട്ടിൽ. അപ്പോൾ അല്പം പഞ്ചസാരയും കുറച്ച് ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് നല്ല സൂപ്പറായിട്ടുള്ള ചാമ്പയ്ക്ക ജാം തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് ചാമ്പയ്ക്ക ആദ്യം പറിച്ചെടുക്കാം. ഞാനിവിടെ എൻ്റെ മക്കളെ പറിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് കുറച്ച് ചാമ്പയ്ക്ക പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പറിച്ചെടുത്ത ചാമ്പയ്ക്ക ഇത്രയാണ് ഉള്ളത്. ഇത് നമുക്ക് കുരുവും കളഞ്ഞ് നല്ല കഴുകി വൃത്തിയായിട്ട് ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ചാമ്പയ്ക്ക മിക്സിയുടെ ജാറിലിട്ട് ഒട്ടും വെള്ളം ചേർക്കാതെ തന്നെ നല്ല ഫൈനായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ നമുക്കിനി അരിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേപോലെ തന്നെ നമുക്കിത് ജാം തയ്യാറാക്കാം. ഇത് നമുക്ക് അരച്ചത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് പഞ്ചസാര. ഞാനൊരു അര ഗ്ലാസോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്യാരമൽ ചെയ്തെടുക്കണം. അപ്പോൾ ക്യാരമൽ ചെയ്ത് പഞ്ചസാരയിൽ ജാം ഉണ്ടാക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് ആ കറക്റ്റ് ജാമിൻ്റെ കൺസിസ്റ്റൻസിയിൽ കിട്ടണമെങ്കിൽ ഇതുപോലെ ചെയ്യണം. ഞാനല്ലാതെ വെറുതെ പഞ്ചസാര മാത്രം ഇട്ടും ജാം ഉണ്ടാക്കി നോക്കി. പക്ഷേ അതിനെക്കാളും നല്ല ടേസ്റ്റ് എനിക്ക് തോന്നിയത് ഇങ്ങനെ ചെയ്തപ്പോഴാണ് കേട്ടോ. അപ്പോൾ പഞ്ചസാര നല്ലപോലെ ക്യാരമലായി വന്നപ്പോൾ നമ്മൾ അതിലേക്ക് ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ചാമ്പയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. അരച്ചത് അങ്ങനെ തന്നെ ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ, അരിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ അടിയിൽ പഞ്ചസാര ഇങ്ങനെ ക്യാരമൽ ചെയ്ത് സ്റ്റക്കായിട്ട് കിടക്കുന്നുണ്ടാവും. ഒട്ടും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് കുറച്ച് നേരം കഴിയുമ്പോൾ തന്നെ മെൽറ്റായി ചാമ്പയ്ക്കയിലോട്ട് ചേർന്നോളും. ഇനി ആ ചാമ്പയ്ക്കയുടെ പുളിയും മധുരവും ഒക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ചളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ക്യാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര നമുക്കിതിന് മധുരത്തിന് ആവശ്യമായിട്ട് തികയില്ല. അപ്പോൾ ഞാനിവിടെ ഒരു 3/4 ഗ്ലാസ് പഞ്ചസാരയും കൂടി എടുത്ത് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഞ്ചസാരയുടെ അളവ് നമുക്ക് കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം ചാമ്പയ്ക്കയുടെ പുളിയുടെ അനുസരിച്ചിട്ടിരിക്കും നമുക്കത്. ഇപ്പോൾ ഞാനിത് 3/4 ഗ്ലാസ് എടുത്തത് കുറച്ച് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് കുറുക്കിയെടുക്കണം. ഒത്തിരി ടൈമിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു 10-20 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്കിത് നല്ല രീതിയിൽ തന്നെ കുറുകി കിട്ടും. നമ്മൾ ചാമ്പയ്ക്കയിൽ വേറെ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലല്ലോ. ചാമ്പയ്ക്കയിലുള്ള വെള്ളം മാത്രം ഒന്ന് പറ്റിയാൽ മതിയാവും. ഇപ്പോൾ ഇതൊരു 3/4 ഭാഗത്തോളം കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഒരു 2-3 ഡ്രോപ്പ് പൈനാപ്പിൾ എസൻസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ അടുത്തുള്ള എസൻസ് ഏതാണെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്ട്രോബെറിയുടെ എസൻസ് ഉണ്ടെങ്കിൽ അതാവും കൂടുതലും നല്ലത്. ഒരുപാട് ഒഴിക്കരുത്, 2-3 ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുക്കാവുള്ളൂ. പിന്നെ ജാം കുറുകി വരുന്നതിനനുസരിച്ചിട്ട് നല്ല കളർ കിട്ടും കേട്ടോ. പിന്നെ നമ്മൾ ജാം ഉണ്ടാക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ചാമ്പയ്ക്ക് നല്ല കളറുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ല റെഡ് കളറിൽ നമുക്ക് ജാം കിട്ടും. അപ്പോൾ ജാം നല്ല കറക്റ്റ് പരുവത്തിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി കൂടുതൽ സെറ്റായി പോവാതിരിക്കാൻ നമ്മളൊരു പകുതി ചെറുനാരങ്ങ നീര് പിഴിഞ്ഞതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തണുക്കുമ്പോൾ ഒരു കുറച്ചും കൂടെ എന്തായാലും തിക്കാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നോക്കിയേ, ജാം നമുക്കിത് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടിയിട്ടുള്ളത്, ഈ അളവിൽ. നിങ്ങൾക്ക് ഇത്രയും കൂടെ തിക്കാക്കണമെങ്കിൽ കുറച്ച് നേരം കൂടിയിട്ട് ഒന്ന് ഇളക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് ജാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ നല്ലപോലെ തണുത്തതിന് ശേഷം മാത്രമാണ് നമുക്കിത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ചാമ്പയ്ക്ക വെച്ച് ഉണ്ടാക്കിയതാണെന്ന് പറയില്ല, നല്ലൊരു പ്രത്യേകതരം ടേസ്റ്റാണ് ഇതിന്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുമ്പോഴാണ് അത് മനസ്സിലാവുള്ളൂ. പ്രത്യേകിച്ച് കൂടുതൽ മുടക്കുകളൊന്നും വരുന്നില്ലല്ലോ, കുറച്ച് പഞ്ചസാര മാത്രം മതി. പിന്നെ ചാമ്പയ്ക്ക ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണം കേട്ടോ. ഇപ്പോൾ ജാം കണ്ട നല്ല തണുത്തപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയാണ്. ഇത് നമുക്ക് നല്ലൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഒരു 10 ദിവസം വരെയും കേടാവാതെ ഇരുന്നോളും. നമ്മൾ പിന്നെ വേറെ പ്രിസർവേറ്റീവ് ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ നമുക്ക് ഇനിയും ഇതുപോലെ നല്ല അടിപൊളി ഉഷാർ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്. താങ്ക് യു.